ശിക്ഷയിൽ ഭയമില്ലെന്ന് നെന്മാറ ഇരട്ടക്കൊല കേസ് പ്രതി ചെന്താമര 24നോട് 2019 പോത്തുണ്ടി സ്വദേശിയായ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ അടുത്തയാഴ്ച വിധി വരാനിരിക്കെയാണ് ഈ ചെന്താമരയുടെ പ്രതികരണം. 14-ാം തീയതി ജഡ്ജ്മെന്റ് ആണ്. ശിക്ഷ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. തൂക്കുകയറ് കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. അതിൽ പേടിക്കുന്ന ആളല്ല ഞാൻ. അതാള് മാറി. ശിക്ഷയിൽ ഭയമില്ല. ഒരു ഭയമില്ല. ശരി. വാർത്തയുടെ വിവരങ്ങളുമായി ഐഷത്തുൽ ഷംന ചേരുന്നുണ്ട്. ഷംന, ഇടയ്ക്ക് ഇതുപോലെ ചെന്താമര പിന്നെയും കൊലവിളി നടത്തുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. ജീവിതം തുലച്ചവരെ പിന്നെ തീർക്കും എന്നൊക്കെയായിരുന്നു. അതൊരു മാസമായിട്ടില്ല. ഇപ്പോൾ പറയുന്നത് തൂക്കേറാണെങ്കിലും പ്രശ്നമൊന്നുമില്ല എന്നാണ് പറയുന്നത്. ഷംന, ഇയാളൊരു വല്ലാത്ത ജന്മം തന്നെ. തീർച്ചയായും ഹാഷ്മി, അതായത് ഈ 2019 ഒരു കൊലപാതകം ചെയ്യുന്നു. അതിനുശേഷം 2022 അതേ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷമാണ് പിന്നീട് ഇരട്ട കൊലപാതകം ചെയ്യുന്നത്. എന്നിട്ട് പോലും ഇയാൾക്ക് ഒരു ഭയവും ഇല്ല. ഇയാൾക്ക് വധശിക്ഷയോ തൂക്കുകയറോ ഒന്നും കിട്ടുമെന്ന് ഭയമില്ല. തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവരെ, തനിക്കെതിരെ കേസ് കൊടുത്തവരൊക്കെ ഇനിയും നേരിടും, ഇനിയും കൊല്ലുമെന്ന് തന്നെയാണ് ഇയാൾ കഴിഞ്ഞ തവണയും പറഞ്ഞിരുന്നത്. എന്തായാലും 2019 പോത്തുണ്ടി സ്വദേശിയായ സജിതയെ ഈ ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തുന്നത്. അതൊരു അന്ധവിശ്വാസത്തിന്റെ പേരിൽ, സംശയരോഗത്തിന്റെ പേരിലൊക്കെ ആയിരുന്നു അന്നത്തെ ആ ഒരു കൊലപാതകം ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങി 2022 സജിതയുടെ ഭർത്താവ് സുധാകരന്റെ അമ്മയെയും കൊലപ്പെടുത്തി. അന്നും ഈ പോലീസ് കൃത്യമായ ഒരു അന്വേഷണം നടത്തിയില്ല. ഈ പോലീസ് ചെന്താമര വധഭീഷണി മുഴക്കുന്നു എന്ന് ഒക്കെ കാട്ടി നാട്ടുകാർ പരാതി നൽകിയിട്ട് പോലും പോലീസ് കൃത്യമായി ഇടപെട്ടില്ല എന്നൊക്കെ ആരോപിച്ച് നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഷേധമായിരുന്നു പോലീസിനെതിരെയൊക്കെ ഉണ്ടായിരുന്നത്. അതിനൊക്കെ പിന്നാലെ ഇപ്പോൾ ആ കേസിൽ 2019 സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ഇന്ന് പാലക്കാട് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇന്ന് ചെന്താമരയുടെ അവസാനത്തെ ട്രയൽ ആയിരുന്നു. ആ കേസിൽ ഈ മാസം 14-ാം തീയതി വിധി വരാനിരിക്കെയാണ് ഇയാൾ ഇത്തരം ഒരു വെല്ലുവിളി, അതായത് വധശിക്ഷയൊന്നും തനിക്ക് ഭയമില്ല, അതിൽ ഭയപ്പെട്ടു പോകുന്ന പഴയ ആളൊന്നുമല്ല താൻ എന്ന തരത്തിൽ അത്തരം ഒരു അഹങ്കാരത്തോടെയുള്ള ഭാവത്തിൽ ഇയാൾ ഇന്ന് മറുപടി നൽകുന്നത്. എന്തായാലും ഈ കേസിൽ വിധി വരാനിരിക്കെയും ഇയാൾക്ക് ഒരു ഭയവും ഇല്ലാതെ ഇത്തരത്തിലുള്ള ഒരു മറുപടിയാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും മക്കളുമായി നമ്മൾ സംസാരിച്ചിരുന്നു. ഈ സജിതയുടെയും സുധാകരന്റെയും മക്കളുമായി നമ്മൾ സംസാരിച്ചിരുന്നു. ഇനി ഒരു പ്രതികരണത്തിനില്ല എന്നാണ് മക്കളുടെ ഭാഗത്തു നിന്ന് അറിയിച്ചത്. അതായത് പോലീസിനോടും വേണ്ടപ്പെട്ട അധികാരികളോടും നിരന്തരം ചെന്താമരയുടെ വധശിക്ഷ ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകിയിട്ടുണ്ട്. അവരുടെ ആവശ്യങ്ങളും അവരുടെ ആശങ്കകളും ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. ഇനിയും ഇയാൾ ഇങ്ങനെ ഒരു വധഭീഷണി മുഴക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഇയാൾ ഉണ്ട് പക്ഷേ മറിച്ചൊരു പ്രതികരണത്തിനില്ല എന്നാണ് ഇപ്പോൾ ഈ കുട്ടികൾ നമ്മളോട് വ്യക്തമാക്കുന്നത്. ഹാഷ്മി, ഉറപ്പായും ഐഷത്തുൽ ഷംനയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഒരു പൈശാചിക സ്വഭാവമുള്ള ആളാണ്. ഏതെങ്കിലും തരത്തിലുള്ള കുറ്റബോധമോ പശ്ചാത്താപമോ റിമോസോ ഇല്ലാത്ത ആളാണെന്ന് നേരത്തെ വ്യക്തമായത്. ഒരിക്കൽ കൂടി ചെന്താമര ഇപ്പോൾ പറഞ്ഞ പ്രതികരണം ഒന്ന് കേൾക്കാം. 14-ാം തീയതി ജഡ്ജ്മെന്റ് ആണ്. ശിക്ഷ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. തൂക്കുകയറ് കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. അതിൽ പേടിക്കുന്ന ആളല്ല ഞാൻ. അതാള് മാറി. ശിക്ഷയിൽ ഭയമില്ല. ഒരു ഭയമില്ല. ശരി. ആണെങ്കിൽ ഒരു കുഴപ്പമില്ല എന്നാണ് ചെന്താമര പറയുന്നത്. നേരത്തെ നമ്മൾ കണ്ടതാണ്, എൻ്റെ ജീവിതം നശിപ്പിച്ചവരാരെങ്കിലും അവരെ തീർക്കും എന്ന് പിന്നെയും വലിയ കൊലവിളിയിൽ പറയുന്ന ഒരാളാണ്. കൊല്ലുക എന്ന് പറയുന്ന വല്ലാത്ത ഒരു താല്പര്യം, വലിയ പാഷൻ, വലിയ ക്രൈസ് ഉള്ള ആളാണ് ചെന്താമര. ഇയാളെ ഇനി പുറം ലോകം കാണിക്കാതിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ പ്രോസിക്യൂഷന്റെ കടമ. അല്ലെന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങിയാൽ ഇനിയും ഒരു പക്ഷേ അയാൾ കൊല്ലാൻ മടിക്കില്ല. കാര്യത്തിൽ തർക്കം വേണ്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.